ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ബോട്ടം വന്നിട്ടുള്ളത് കിങ് ഓഫ് സോഡിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് നിങ്ങളുടെ ബുദ്ധിയും ഹൃദയവും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ബുദ്ധിപൂർവം ആലോചിച്ച് ഒരു കാര്യം ചെയ്താൽ ചിലപ്പോൾ ചില വ്യക്തികളെ വേദനിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇമോഷണലി ഏതെങ്കിലും ആളുകളുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആണെങ്കിൽ അത് ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യണം എന്നാണ് ഇതിൽ കാണുന്നത്. ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർ പറയുന്നതൊക്കെ അതേപടി നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താവാം, അങ്ങനെ എവിടെയാണെങ്കിൽ പോലും മറ്റുള്ളവർ പറയുന്നത് അതേപടി ചെയ്യാതെ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാവണം. എന്തെന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു കൊടുത്ത് സാറ്റിസ്ഫൈഡായിട്ട് ഇരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുമാത്രമല്ല, നിങ്ങൾ മറ്റാർക്കെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈ സമയം കൃത്യമായിട്ട് നടത്തിക്കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. കുറേ ഡിപ്രഷനിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. കുറേ അധികം ആൾക്കാർക്കും ഇതൊരു വിഷമത്തിൻ്റെ എനർജിയാണ് കാണുന്നത്. എന്തോ ഒരു കാര്യം എൻഡായി പോയതിൻ്റെ ഒരു എനർജി ആയിരിക്കണം. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറം ആയിരിക്കാം ആ ഒരു കാര്യം. നിങ്ങൾ എത്ര നിയന്ത്രിച്ചിട്ടും ആ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് എൻഡായി പോയിന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത് ഒരുപക്ഷെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാവാം. അതുപോലെ ചില ആൾക്കാരൊരു സ്വപ്നമാണോ കണ്ടതെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഒരു സ്വപ്നത്തിൻ്റെ എനർജി ഇതിലുണ്ട്. അതായത് ഒരു ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ട ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ദൈവം തന്നെ നിങ്ങൾക്കൊരു കൈത്താങ്ങ് തരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ, നിങ്ങൾ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ, ചിലപ്പോൾ ചില ഓർമ്മകളാവാം, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹിച്ച് നേടിയെടുത്ത ജോലി നഷ്ടപ്പെട്ടു പോയതായിരിക്കാം, അല്ലെങ്കിൽ കുറേ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നിങ്ങൾ വിചാരിച്ച ആൾക്കാർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയതായിരിക്കാം. അപ്പോൾ എന്തു തന്നെയായാലും
നിങ്ങൾക്കത് തിരികെ കിട്ടുന്നു എന്നുള്ളതാണ്. കാരണം അത് ദൈവമായിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു സമയം കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ചാരിയറ്റാണ്. വളരെ സ്പീഡിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം നടക്കുമെന്നാണ് കാണുന്നത്. ചിലപ്പോൾ ലോണിനൊക്കെ അപേക്ഷിച്ചിരുന്ന ആൾക്കാർ അവർക്ക് കുറേ തടസ്സങ്ങളും ബ്ലോക്കുകളും ഒക്കെ വന്ന് ലോണ് പാസ്സാവാതിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതാവാം. അപ്പോൾ മണി ബ്ലോക്കേജൊക്കെ മാറി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് എന്നുള്ളതാണ്. പിന്നെ ജഡ്ജ്മെൻ്റാണ്. അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങൾക്കുള്ള ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മഫലം ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ ഇവിടെ തീരാൻ പോകുന്നെന്ന് തന്നെ പറയാം. മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഇതൊരു പാസ്റ്റ് ലൈഫിലെ കർമ്മയും ഈ ഒരു ലൈഫിലെ കർമ്മയും ഉണ്ട്. നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഈ സമയം അനുഭവിക്കാൻ പറ്റുന്നതായിരിക്കാം. ചിലപ്പോൾ ഈ ജീവിതം മുഴുവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിള്, അതായത് നിങ്ങളുടെ ബാഡ് കർമ്മയെല്ലാം തീർന്ന് നിങ്ങളുടെ നല്ല കർമ്മത്തിനുള്ള ഫലം നിങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്നതായിരിക്കാം. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. നഷ്ടപ്പെട്ടു പോയ അധികാരവും പ്രതാപവും ഒക്കെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്കിത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലിയായിരിക്കാം. നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത ജോലി അത് മറ്റാരുടെയെങ്കിലും ഇടപെടൽ മൂലം ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീണ്ടും ആ ഒരു കസേരയിൽ നിങ്ങൾക്കിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. പല ആൾക്കാരും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വലിയ വില ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുകയും അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമെന്നുള്ളതാണ്. മാത്രമല്ല, യാതൊരു ഒബ്ജക്ഷനും പറയാതിരിക്കുകയും ചെയ്യും ഈ ഒരു സമയം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാൽ പോലും മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളെ അനുസരിക്കാൻ തോന്നും അവർക്ക്. ഇപ്പോൾ ചില സമയങ്ങളിൽ എത്ര നല്ല കാര്യം നമ്മൾ പറഞ്ഞാലും മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ എന്തു പറഞ്ഞാലും മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്ന ഒരു എനർജി ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് നിങ്ങൾ എന്ത് കാര്യം ആലോചിച്ചാണോ വിഷമിച്ചിരിക്കുന്നത്, നിങ്ങൾ ആരില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു റീയൂണിയൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അവർ ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയതായിരിക്കാം. ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായി പോയതായിരിക്കാം. അങ്ങനെ എന്ത് തന്നെയായാലും നിങ്ങൾ ആ വ്യക്തിയെ വീണ്ടും തിരിച്ചാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരികെ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ ആയിട്ട് തിരിച്ചു വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ വേൾഡ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ടുറങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ സമാധാനത്തിലും സന്തോഷത്തിലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിടന്നാൽ ഉറക്കം വരാതെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ, ഈ സമയം നിങ്ങൾ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും. കാരണം നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്.
ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ സ്പിരിച്വലി എന്താകാനാണോ ആഗ്രഹിക്കുന്നത് അത് ആയിത്തീരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും യൂണിവേഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഏഞ്ചൽസ് ഒരു സപ്പോർട്ടിന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ യാത്ര പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും യാത്ര പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു യാത്രയ്ക്ക് പറ്റുന്ന ഒരു സമയമാണിത്. ചില ആൾക്കാർ ഇതിലൊരു പ്രഗ്നൻസിയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കുറേ കാലമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രഗ്നൻസിയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഒരു വീട് വയ്ക്കാനും അല്ലെങ്കിൽ പ്രണയം സാക്ഷാത്കരിക്കാനും ഒക്കെ ഇതിനകത്തൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്നതാവാം. അപ്പോൾ വേൾഡ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഒരു ഫുൾഫിൽ ചെയ്യുന്ന അവസ്ഥയാണ്. പിന്നെ ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം വളരെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു 2 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ഇവിടെ കണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു കോൺഫ്ലിക്റ്റും ഇല്ല എന്നുള്ളതാണ്. ഒരു തരത്തിലും വേറൊന്നും ഇവിടെ ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ഉൾക്കണ്ണ് തുറക്കുന്ന ഒരു സമയമാണ്. പിന്നെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾ ചില കാര്യങ്ങളിൽ ചില ദൃഢമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കോൺഫിഡൻസോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ പിറകിൽ കുറേയധികം ആൾക്കാർ നിങ്ങളെ സഹായിക്കാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറേ ആൾക്കാരെ നിങ്ങൾ സഹായിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ട്. അപ്പോൾ ഈ സമയം ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സമ്പാദ്യമൊക്കെ ഉണ്ടാകുന്നു എന്നാണ്. നിങ്ങൾ സേവ് ചെയ്തിരുന്ന പൈസ ഉപയോഗിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഒരു എനർജിയുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ചില കാര്യങ്ങൾക്കുള്ള ഫലം പൈസയായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ സെക്യൂർഡാണ്, നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ട് എന്നൊരു ചിന്ത ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. പിന്നെ ഫുൾ കാർഡാണ്, പുതിയ തുടക്കമാണ്. അപ്പോൾ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി എന്തോ കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. വരും വരായികളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും. അവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ആലോചിച്ച് അതിൻ്റെ വരും വരായികളൊക്കെ നോക്കി നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുക. കാരണം മറ്റാരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ട് പൈസ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊരു ഓൺലൈനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാനെന്നുള്ളതാണ്. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ കാണുന്നുണ്ട്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയമാണ്. കുറേ കാലം കൊണ്ട് പെൻഡിങ് ആയിരുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഈ ഒരു സമയം നിങ്ങൾ തുടങ്ങുന്നു എന്നാണ്. ചിലപ്പോൾ അത് ട്രാവൽ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊരു ട്രാവൽ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാവൽ ഈ സമയം നിങ്ങളത് അനൗൺസ് ചെയ്യുമെന്നാണ് കാണുന്നത്. ചിലപ്പോൾ അത് ഇമെയിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് വരും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ്. ശരിക്കും പെട്ടെന്നുള്ളൊരു പ്രോഗ്രസ്സാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രസ്സാണ് കാണുന്നത്. നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ഒന്ന് സ്റ്റക്കായിരുന്നെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രോഗ്രസ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ സമയം വരുന്നുണ്ട്. അത് പൈസയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രൊമോഷനായിട്ടായിരിക്കാം,
അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയ റിലേഷൻഷിപ്പ് റീകണക്റ്റ് ചെയ്യുന്നതായിരിക്കാം. ശരിക്കും പോസിറ്റീവ് ചേഞ്ചാണ്. അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. കുറേ ആൾക്കാർക്ക് ട്രാവലുണ്ട്. ചിലപ്പോൾ അത് ഷോർട്ട് ജേണി ആയിരിക്കാം, ചിലപ്പോൾ വേറൊരു രാജ്യത്തേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളെയൊക്കെ മാറ്റി വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.